നല്ല കുട്ടികളായതുകൊണ്ടല്ലേ? അല്ല ചേച്ചി, ചേച്ചിയുടെ മുമ്പിൽ ചെറുതാവാൻ വയ്യാത്തത് കൊണ്ടാ. അച്ഛൻ വലിയൊരാളല്ലേ ചേച്ചിയുടെ മനസ്സിൽ. അച്ഛനെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത ഒരുപാട് സംഗതികൾ അറിഞ്ഞിട്ടും അതെല്ലാം മനസ്സിലടക്കി വച്ചിരിക്കുന്നത് ആരോർത്തിട്ടാ? ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാനെ? അത് ശരിയാ. ഞാനില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇത്രേ ക്ഷമിക്കത്തില്ല. ചേച്ചി പോയി കഴിയുമ്പോ അച്ഛന്റെ കൺട്രോള് പതിയെ പതിയെ ചോർന്നു പോവും. അച്ഛൻ പിന്നെ ആരെ പേടിക്കാനാ? അമ്മ ഇവിടെ വന്ന് അഹങ്കാരം കാണിക്കാനും കൂടെ തുടങ്ങിയാലോ അച്ഛൻ പിന്നെ ആരെയും നോക്കത്തില്ല, ആരോട് ക്ഷമിക്കത്തുമില്ല. അമ്മ ഇവിടെ വന്ന് അഹങ്കാരം കാണിക്കത്തില്ല. ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയപ്പോ അറിയേണ്ട പോലെ പറഞ്ഞിട്ടാ പോകുന്നത്. അമ്മയോടോ? അതിനും കൂടിയാ ഞാൻ പോയത്. ചേച്ചി എന്നാ പറഞ്ഞു? എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞു. ആഗ്രയിൽ ജീവിച്ച ജീവിതം. ഞാൻ ആരാണെന്ന് മാത്രം പറഞ്ഞില്ല. അമ്മയ്ക്കൊരു പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? മാറ്റം വരണം. മാറാൻ തയ്യാറായില്ലെങ്കിൽ അവനവന്റെ നിലനിൽപ്പിന് തന്നെയാ ദോഷമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടല്ലോ. നീ ഒരുപാട് ആലോചിച്ച് കൂട്ടണ്ട മോളെ. വരുന്ന പോലെ വരട്ടെ. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. ചേച്ചി പറയുന്നത് ശരിയാ, പക്ഷേ കിടക്ക്, നമുക്ക് സംസാരിച്ചോണ്ട് ഉറങ്ങാം. എനിക്ക് ഉറക്കം വരത്തില്ല. കിടന്നു. ചേച്ചിയില്ലാതെ വീട് നാളെ മുതൽ എങ്ങനെയായിരിക്കും? ഒരു സന്തോഷമില്ലാതെ, ഒട്ടും വെളിച്ചമില്ലാതെ. അതൊക്കെ മനസ്സിന്റെ സങ്കടം കൊണ്ട് തോന്നുന്നതാ. നമ്മളെല്ലാരും പിരിഞ്ഞു പോകേണ്ടവരല്ലേ, ഓരോരോ ദിക്കിലോട്ട്. ഇന്നല്ലെങ്കിൽ നാളെ. എനിക്ക് ചേച്ചിയുടെ കൂടെ വന്നാ മതിയായിരുന്നു. എന്നെ കൂടെ കൊണ്ടുപോവോ? പറ്റത്തില്ല അല്ലേ? വിഷമിക്കാതെ മോളെ. നമ്മുടെ ശരീരമല്ലേ അകന്നു പോകുന്നുള്ളൂ. മനസ്സുകൊണ്ട് നമ്മൾ അടുത്തിരിക്കല്ലേ. സങ്കടപ്പെടല്ലേ. എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. എനിക്കെല്ലാരും ഉണ്ട്, പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ആരും. ചിലപ്പോ നമ്മളെല്ലാം ഒന്നിക്കുമായിരിക്കുമല്ലേ. ഒരു ദിവസം നമ്മളെല്ലാരും ഒന്നിച്ച് എന്തെങ്കിലും
ആരായിരുന്നു? ആ, അലീനയോ? ആ. ആരും എഴുന്നേറ്റില്ലേ ഇവിടെ? ആ, എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സാറ് ഞാൻ ആനന്ദ്, ബാലചന്ദ്രന്റെ സഹോദരിയുടെ. മനസ്സിലായി സർ, സുനന്ദ ആന്റിയുടെ ഭർത്താവ്. അത് താൻ ഞാൻ. ഈ ഗേറ്റ് ഒന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ, ഇപ്പൊ തുറക്കാം സാറേ. ബാലൻ എഴുന്നേറ്റില്ലേ? ആ, അച്ഛൻ എണീറ്റിട്ടുണ്ടാവും. ഞാൻ വിളിക്കാം. സാർ വാ. ഇവിടെ ആരും എണീറ്റ ലക്ഷണം ഇല്ലല്ലോ. ഉണ്ടല്ലോ, അതിന്റെ ഒന്നാമത്തെ ലക്ഷണമല്ലേ കൊള്ളാം, ഞാൻ. നല്ല മറുപടി. ബാലചന്ദ്രന്റെ റൂം അതല്ലേ? അല്ല, മുകളിലാ. ഇവിടെ വന്നിട്ട് കുറെ നാളായല്ലേ. വരാറില്ലെന്നേ ഉള്ളൂ, തിരക്കോണ്ട. പക്ഷെ വിവരങ്ങളൊക്കെ കൃത്യമായി അറിയുന്നുണ്ട്. ഞാനൊരൊറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതോ ഇവിടെ വെച്ചല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അതാ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലാവാതിരുന്നേ. എന്നാ ഞാൻ മുകളിലോട്ട് ചെല്ലട്ടെ? ആ, ഞാൻ ചെന്ന് വിളിക്കാം. വേണ്ടെന്നേ, ഞാൻ കേറി ചെന്ന് കാണാം. കേറി ചെല്ലുമ്പോ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ റൂമാണേ. ശരി. ആ, ചായ കുടിക്കുമല്ലോ അല്ലേ? ആരാ ചായ കുടിക്കാത്തെ? ഇയാളെന്താണോ രാവിലെ ഫുൾ പവറിൽ? സർപ്രൈസ് ആണല്ലോ. താനീ വീടൊക്കെ അറിയോ? കളിയാക്കാതെ ബാലേന്ദ്ര, എന്റെ തിരക്കുകൊണ്ടാ ഞാൻ വരാത്തെ. ട്രാഫിക് സ്റ്റേഷനിലെ പോലീസിന്റെ കാര്യം ബാലേന്ദ്രന് അറിയാവുന്നതല്ലേ. എപ്പോഴും ഡ്യൂട്ടിയാ, 24 മണിക്കൂർ. എന്തെങ്കിലും കാര്യമില്ലാതെ നീ വരില്ലെന്ന് എനിക്കറിയാം. കരുവാ, ഇരിക്ക്. ബെഡ്റൂം അപ്സ്റ്റേറിലേക്ക് മാറ്റിയല്ലേ? ഞാൻ മുമ്പ് വരുമ്പോ താഴെ ആയിരുന്നെന്ന ഓർമ്മ. റൂം മാറിയതല്ല, ഞാൻ മാറിയതാ. താഴത്തെ ബെഡ്റൂം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുകൊള്ളാം, നല്ല തമാശ. ആരാണോ നിങ്ങക്ക് ഇത്ര രാവിലെ ഗേറ്റും വാതിലും ഒക്കെ തുറന്നത്? അലീന, ഞാൻ വിളിക്കുന്നതിന് മുമ്പേ വന്ന് തുറന്നു. ആ, അവക്ക് അങ്ങനെ ഒരു സിദ്ധിയുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയാം. ഒരു 6th സെൻസ് അവക്കുണ്ട്. അലീനയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അലീനയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഈസിയാ. വൈജയന്തിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതിലാണ് ഇങ്ങനെ തട്ടി നിറഞ്ഞൊക്കെ നിൽക്കുന്നത്. ഗോവർദ്ധൻ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ സുനന്ദയും സുലോചനയും എല്ലാ ദിവസവും വിളിയും പറച്ചിലും ഉണ്ട്. താനെന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത മാതിരി. ഒന്നുമില്ലെങ്കിലും എന്റെ പെങ്ങളെ കെട്ടിയവനല്ലേ. ഞാൻ പറഞ്ഞില്ലേ ബാലേന്ദ്ര, സമയം കിട്ടണ്ടേ? ആ, തനിക്ക് സമയം കിട്ടത്തില്ല. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ബാറിലാണല്ലോ ഓവർ ടൈം. വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഏയ്, അങ്ങനെ ഒന്നുമില്ല. വല്ലപ്പോഴും ഒരു കമ്പനി കിട്ടിയാ ഒത്തുകൂടുമെന്നല്ലാതെ. കമ്പനി കിട്ടാൻ കേരളക്കരയിൽ എവിടെയാ പാട്? ഈ കരളെന്ന് പറയുന്ന സാധനം പൂത്തെളിച്ച് പോയാ പിന്നെ പോയതാ. തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. മുറിച്ച് കളഞ്ഞിട്ട് വേറെ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. ഉണ്ടോ? കണ്ടു വച്ചിട്ടുണ്ടോ? ഇപ്പൊ പഴയതുപോലൊന്നും ഇല്ല. ആ, ഇല്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ഞാൻ വന്നത് എനിക്ക് ട്രാൻസ്ഫർ ആയ കാര്യം പറയാനാ. എവിടേക്ക്? കൊട്ടാരക്കരയ്ക്കടുത്ത അഞ്ചൽ. ഈ അഞ്ചൽ പുനലൂരിനടുത്തല്ലേ? ആ, ഏതാണ്ട് ആ ദിക്കിലാണെന്ന് തോന്നുന്നു. കൊല്ലം ജില്ലയിലാണെന്നറിയാം. ഞാൻ ആ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടില്ല. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോ? അല്ലല്ലോ. ആണോ? അതെന്താ ബാലേന്ദ്ര അങ്ങനൊരു ചോദ്യം? ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ? അതല്ല, ഈ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിന് നിൽക്കാത്തവരെ വിരോധം തീർക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലോ. ഇത് അങ്ങനെ ഒന്നുമല്ല, പ്രൊമോഷൻ ട്രാൻസ്ഫർ, SI ആയിട്ട്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ സബ് ഇൻസ്പെക്ടർ ആനന്ദാസ്.
ആ സന്തോഷം ഇവിടെ വന്ന് പങ്കുവച്ചിട്ട് പോവാനാ രാവിലെ തന്നെ എത്തിയത്. ഇന്ന് തന്നെ അഞ്ജലി പോയി ചാർജ് എടുക്കണം. നന്നായി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സൂക്ഷിക്കണം. പ്രലോഭനങ്ങൾ ധാരാളം വരും, പ്രത്യേകിച്ച് SI പോസ്റ്റിലിരിക്കുമ്പോൾ. പക്ഷെ ലിവർ നമ്മുടേതാണെന്നുള്ള ഓർമ്മ വേണം. ഈ ലിവർ ഫ്രൈ അടിച്ചാലും ലിവറിന് തന്നെയാണ് കേട്. ഇനി ഞാൻ അതെല്ലാം കുറയ്ക്കുക. ഇവിടെ ആയിരുന്നപ്പോ കുറച്ചൊക്കെ സുനന്ദയുടെ കണ്ട്രോൾ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അതുമില്ലല്ലോ. ചരട് പൊട്ടിയ പട്ടം പോലെ ആകരുത്. ആ, ചായ വന്നല്ലോ. കൊടു. താങ്ക് യു. മോളെ, ആനന്ദിന് പ്രൊമോഷൻ SI ആയിട്ട്. ആഹാ, ആണോ? എന്നോട് പറഞ്ഞില്ല. കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു. പക്ഷെ ഈ സാറ് വിളി ബോറാ. അങ്കിൾ എന്നാ ഇവിടുത്തെ കുട്ടികൾ വിളിക്കുന്നേ. ഞാനും അങ്ങനെ വിളിക്കാം. പരിചയക്കുറവുണ്ടാ. അലീനെ എടുത്ത് ജോലി മതിയാക്കി പോവാ. അതാരും പറഞ്ഞില്ലല്ലോ. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതാ. എങ്ങോട്ടാ പോകുന്നേ? കുളത്തൂപ്പുഴ. എനിക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്ന് അച്ഛൻ പറഞ്ഞു. അല്ലേ അച്ഛാ? ആ, എന്താ സംശയം? പിയൂൺ ഹെഡ് മാസ്റ്റർ ആയി എന്ന് പറയുന്നത് പോലും പ്രൊമോഷൻ. അത് കൊള്ളാം. ഞാൻ താഴേക്ക് ചെല്ലട്ടെ അച്ഛാ. ഓക്കേ. ഞാൻ പോയി കഴിയുമ്പോ സുനന്ദയും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ വീട്ടില്. ബാലേന്ദ്രനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അവിടെ ക്വാർട്ടേഴ്സ് കിട്ടത്തില്ലേ? സുനന്ദയും പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. ഇപ്പൊ എക്സാം കഴിഞ്ഞ് നിൽക്കല്ലേ. അടുത്ത അക്കാഡമിക് ഇയർ ആകുമ്പോഴത്തേക്കും സ്കൂളിലും കോളേജിലും ഒക്കെ ചേർക്കാലോ. അതൊക്കെ അന്വേഷിക്കണം. അവിടെ ചെന്നിട്ടല്ലേ പറ്റൂ. എന്തായാലും പിള്ളേരുടെ TC വാങ്ങിച്ചു വെച്ചേക്കും പറഞ്ഞേക്ക്. കുടുംബം എപ്പോഴും കൂടെ ഉള്ളതാ തനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ താൻ ശരിയാവത്തില്ല. തനിക്കൊരു പ്രൊമോഷൻ കിട്ടിപ്പോകുമ്പോ തന്നെ വെറും കൈയോടെ വിടുന്ന എങ്ങനെയാ? ഇരിക്കട പോലീസാരാ, ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിക്കട്ടെ. അലീന ചേച്ചി, എന്നതാ ഈ കാണിക്കുന്നേ? ഇന്ന് ഇവിടുന്ന് പോവായിരിക്കുമല്ലേ? അതിനെന്താ? വലിയ ആള് കളിക്കല്ലേ? രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിയേക്കുന്നു. ഇവിടെ വേറെ പെമ്പിള്ളേരൊന്നുമില്ലേ? ഞാനും പെണ്ണല്ലേ, ഞാൻ തോത്താലെന്താ? ആൺകുട്ടികൾക്ക് മുറ്റം അടിക്കാം. എന്നാ അതിങ്ങതാ. ഇപ്പൊ ഞാൻ തന്നെ ചെയ്തോളാം. ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. രോഹിത്തെ, ഇന്നും കൂടെയല്ലേ ഉള്ളൂ. എന്റെ വീട്, എന്റെ മുറ്റം, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോവല്ലേ? ഇതൊക്കെ തന്നെത്താൻ വരുത്തി വെക്കുന്നതല്ലേ? ആരെങ്കിലും പറഞ്ഞോ നഷ്ടപ്പെടാൻ? ഞാൻ ഈ ജോലി ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഞാനിപ്പോ ശരിയാക്കി തരാം. ചേച്ചിയെ കണ്ടോ? ഇല്ല, ഞാനിപ്പോഴാ എഴുന്നേറ്റത്. റൂമിലും ഇല്ല, കിച്ചണിലും ഇല്ല. പോയോ? ആരോടും പറയാതെ പോവോ? അലീന ചേച്ചിയെ കണ്ടോ? മുറ്റം തൂക്കുന്നുണ്ട്. ഇന്ന് പോകാനിരുന്ന ആളല്ലേ? ഞാൻ ചെന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അതെന്നെ സൂക്കേടാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. രാവിലെ ആരെവിടെ വന്നേ? പോലീസ്. പോലീസോ? ആനന്ദങ്ങള്, സുനന്ദാന്റിയുടെ. എന്താ രാവിലെ? ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോ അച്ഛനുമായിട്ട് സംസാരിക്കുന്നു. അലീന ചേച്ചി പോവാന്നറിഞ്ഞിട്ട് വന്നതാണോ? ഏയ്, പുള്ളിക്കാരൻ വേറെ ടൈപ്പല്ലേ. എന്നതാ പരിപാടി? ഞാൻ മുറ്റം തൂക്കുമല്ലേ. വേറെ പണിയൊന്നും കണ്ടില്ലേ? രോഹിത് ഇളക്കി വിട്ടതല്ലേ നിന്നെ? ആ ചൂലിങ് വന്നേ. ഇതിപ്പൊ തീരും. അങ്ങനെ തീർക്കണ്ട, അതിങ്ങോട്ട് താ. ബാബി, നേരെ വെളുത്തില്ലേ? ഇന്ന് സ്ഥലം വിടുവല്ലേ? ഇവിടുത്തെ ഉദ്യോഗം തീർന്നു. ഇനിയേ അലീന ചേച്ചിയുടെ സേവനം ഇവിടെ ആർക്കും ആവശ്യമില്ല. മുറ്റം തൂക്കുന്നതിനെ കുത്തവാക്ക് പറയുന്നോ? ആ പറയും. ഇനിയേ അവിടെ ചെന്നേ മുറ്റം തൂത്താ മതി. കുളത്തപ്പുഴ അവിടെ അതിന്റെ ആവശ്യമുണ്ടോ?
അവിടെ മുറ്റമുണ്ടോ? ഇത് വല്ലത് അറിയാവോ നിനക്ക്? ഇല്ലെങ്കി വേണ്ടാന്നേ. ഇവിടത്തെ കാര്യം ഇനി ഞങ്ങള് നോക്കിക്കോളാം. ആ മുറ്റടിച്ച് തീർന്നോ? നീ ആണോട് അവളെ ഇളക്കി വിട്ടത്? ആ ഞാനാ. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നാണോ വിചാരിച്ചേ? ആഹാ, നിന്റെ ചെവി പിടിച്ച് ഞാൻ പൊന്നാക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് എങ്ങോട്ട് പോവാ? എനിക്ക് അടുക്കളയിലും കയറാൻ വയ്യേ? നിരോധിച്ചല്ല. ആനന്ദൻ പോലീസ് വന്നിട്ടുണ്ട്. എന്തിനു വന്നതാ? ട്രാൻസ്ഫർ ആണെന്ന് പറയാൻ. എങ്ങോട്ട്? ആ, അത് ഞാൻ മറന്നുപോയി. ട്രാൻസ്ഫർ ആണെന്ന് വന്ന് പറഞ്ഞാൽ നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയത്തില്ല. ഉം. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ അതോ പോയോന്ന്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ല. അങ്ങനെ പറയാതെ. അച്ഛന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ? അതൊക്കെ ഗോവർദ്ധനങ്ങള് എന്തിനും കൂടെ നിൽക്കും. എന്നാ ഉദ്ദേശം? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? വേണ്ട. അതെന്താ? ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ? ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ ഈ ദിവസം? അതിന് ഞാനും ബബിതേച്ചും ഉണ്ട് ഇവിടെ. എടി മോളെ, ഞാനല്ലേ എന്നും. ഇന്ന് വേണ്ടാന്നാ പറഞ്ഞേ. ചേച്ചി ഇവിടുന്ന് പോകാനിരിക്കുവല്ലേ? ആണോ? അതെ. എന്നാ പോയി പാക്ക് ചെയ്യോ, കുളിക്കോ, ഒരുങ്ങോ, എന്താന്ന് വെച്ചാ ചെയ്. കിച്ചണില് ചേച്ചിയുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കോളാം. എന്നെ ഒഴിവാക്കുകയാണോ? ആരെ ഇട്ടിട്ട് പോണേന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊന്നും പറയണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ബാല. ഇങ്ങനെ ഒരു യാത്ര വന്നുകൊണ്ടാ, അല്ലെങ്കിൽ ഒരു സഹായത്തിന് ഞാനും കൂടെ വരുവാ. അത് സാരമില്ല, ഗോവർദ്ധൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനമായിട്ട് പോയിട്ട് വാ. ആ, സുനന്ദയെ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം.
എന്നോട് ആരും യാത്ര പറയണമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എനിക്കിഷ്ടമല്ല. പൊരുളറിയാതെ ഇരുളിൽ കഴിഞ്ഞ മനസ്സേ മടങ്ങൂ.